അണ്ണന്റെ പേരിന്റെ ആറാട്ടണ്ണന്റെ ഒരു വരവുണ്ട് കേട്ടോ. ഒന്നൊന്നൊരു വേറെ ലെവലാണ്. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. പടം കുഴപ്പമൊന്നുമില്ല, ബസൂക്ക പോലെ തന്നെ. പക്ഷെ മമ്മൂക്കാരെ ഇത്ര എല്ലാ പടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങാട്ട് വേറെ ലെവൽ. ഇങ്ങനെ മമ്മൂക്കാരെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഗെറ്റപ്പും സ്റ്റൈലും. കാരണം സ്റ്റൈലൊക്കെ മൂപ്പർ രാജാവാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഇത് തൂക്കും. വിഷു കയറും, ഏത് രസമില്ല. എന്റർടൈൻമെന്റ് അല്ല, ഓൾമോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് സിനിമ. യെസ് നമ്മൾ പ്രതീക്ഷിക്കില്ല ക്ലൈമാക്സ് എങ്ങനെയാന്നുള്ളത് പ്രതീക്ഷിക്കില്ല. പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ക്ലൈമാക്സ് ആയിരുന്നു. സൂപ്പർബായിരുന്നു, അടിപൊളി, ഒന്നും പറയാനില്ല. ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു യെസ് നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കുന്നില്ല അത്. പക്ഷെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. അടിപൊളിയായിരുന്നു. ഉപകാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ പടം മേക്ക് ചെയ്തേക്കണത്. പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ബീജിയും പടത്തിൽ പിടിച്ചിട്ടുണ്ട്. മമ്മൂക്ക ക്ലൈമാക്സിൽ ഒരു അവസാന സീനിൽ കുറച്ചൊന്നും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലുണ്ട്. എനിക്ക് ഈ 72 വയസ്സായേക്കുന്ന അല്ലെങ്കിൽ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. അത് കൈയടിക്കാനുള്ള ഐറ്റം ഉണ്ട്. ഒരു ഗെയിം, ഒരു എന്താ പറയുക, പബ്ജിയൊക്കെ പോലുള്ള ഒരു ഗെയിമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ പോലൊരു ഇതിനാണ് കഥ മേക്ക് ചെയ്തേക്കുന്നത്. സോ ഒരു തിയേറ്റർ വാസിബിളായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കേനെ തിയേറ്ററിൽ എൻഡിങ് വരെ കണ്ടിരിക്കാം. പടത്തിലൊരു ക്യാമിയ റോളുണ്ട്, ആറാട്ടണ്ണൻ ക്യാമിയ റോളായിട്ട് വരുന്നുണ്ട്. സോ തിയേറ്റർ വാസിബിൾ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തേക്കുന്നത്. മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫീലിംഗ് കണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ ഇറങ്ങി പോകാൻ പറ്റും. അത്രയും നല്ലപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. മമ്മൂക്കയുടെ നടപ്പ് വരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളി സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ലെവല് സിനിമയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ണൻ്റെ പേരിൻ്റെ ആറാട്ടണ്ണൻ്റെ ഒരു വരവുണ്ട് കേട്ടോ. ഒന്നൊന്നൊരു വരക്ക് വരുന്നത് പുള്ളിക്കാരൻ്റെ ആ വരവ് സത്യമായിട്ട് ഞെട്ടിച്ചു. എല്ലാവരും ആ എൻട്രി, ആ സീൻ കഴിഞ്ഞിട്ട് കൂടി നമുക്കത് ചിരിയായിരുന്നു നിൽക്കുന്നത്. ചിരി നിർത്തുന്നില്ല. നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ചിരി നിർത്തുന്നേ ഇല്ലായിരുന്നു. പിന്നെ മമ്മൂക്കാടെയാണ് ആ ഒരു അടിപൊളി. അത് ഫസ്റ്റ് ഹാഫ് നമുക്ക് നോക്കുമ്പോൾ ഫുള്ള് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമയാണ്. പക്ഷെ അത് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടാണ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. ആ രീതിയിൽ അടിപൊളി. ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈറ്റൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളിക്കാരൻ ഫുള്ള് ഫൈറ്റായിരിക്കും. പക്ഷേ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത്. അടിപൊളി സ്റ്റൈലിഷാണ്. ആറാട്ടണ്ണനെ കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് പുള്ളിക്കാരൻ നെഗറ്റീവ് പറയത്തില്ലെന്ന് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഈ ആളുടെ പേരറിയത്തില്ല, അണ്ണാന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അണ്ണൻ അടിപൊളിയായിട്ടുണ്ട്.